ഹൈ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അറേബ്യൻ മലബാർ ഷെഫിൻ്റെ നൗഫലാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അടിപൊളി പാലട പായസമാണ് കേട്ടോ. അപ്പോൾ ഓണക്കല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ആദ്യമായി ഒരു ബോളിലേക്ക് നമ്മൾ അട എടുത്ത് വെക്കണം. 125 ഗ്രാം അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റൈസ് ഡബിൾ ഹോൾസിൻ്റെ അടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തായാലും അടയുടെ മേളിലേക്ക് പൊങ്ങി നിൽക്കണം വെള്ളം. എന്നിട്ട് നമുക്ക് ഇളക്കി വെച്ച് ഒരു ഭാഗത്ത് എടുത്ത് വെക്കാം. ഇനി നമ്മളൊരു നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് 2 ലിറ്റർ പാലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 3/4 മണിക്കൂറോളം ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയാണ് പിന്നെ ഇടാൻ പോകുന്നത്. അത്യാവശ്യം അട വെന്ത് കാണും, കാരണം നമ്മൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ആ അട മുഴുവനായിട്ട് വെന്തതിന് ശേഷം ഞാനിവിടെ 7 ടേബിൾ സ്പൂണ് പഞ്ചസാര യൂസ് ചെയ്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പാലടനെ ഒന്ന് ക്രീമി കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷുഗർ കാരമലൈസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പാനിലിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് അതിനെ കാരമലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ബ്രൗണിഷ് ആയിട്ടുള്ള ഇത് നമുക്ക് പായസത്തിലേക്ക് ഇളക്കി നല്ലപോലെ ഒഴിച്ചെടുത്ത് ഇളക്കി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. പെട്ടെന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം നല്ല ക്രീമി കളർ കിട്ടും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.